പറയട്ടെ, ഇപ്പം കഷായം കുഴിപ്പിച്ച് നമ്മൾ ആരെങ്കിലും പോസ്റ്റ് ഇട്ടോ, ഞാൻ പോസ്റ്റ് ഇട്ടോ, നീ കണ്ടോ? ശരണ്യ എന്ന് പറഞ്ഞ കുട്ടി അവരമ്മ പിഞ്ചു കുഞ്ഞ് കൊന്നു, നമ്മൾ പോസ്റ്റ് ഇട്ടോ? അങ്ങനെയില്ല. നമ്മൾ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഷിംജിതയ്ക്ക് സപ്പോർട്ടാണോ അല്ലേ എന്നുള്ളതല്ല, ഒരു പ്രതി അവരെ മോബ് ലിഞ്ചിങ്ങിന് ഇട്ട് കൊടുക്കരുത്, അതേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാതെ ഇവളെ സപ്പോർട്ട് ചെയ്തു ഓപ്പോസ് ചെയ്തു അങ്ങനെയുള്ള രീതിയിലില്ല. ആരാണേലും ഇപ്പം ദീപക് സൈബർ ബുള്ളിങ് ഭയന്നാണ് ആത്മഹത്യ ചെയ്യുന്നത് നിങ്ങൾ പറയുന്നു. അപ്പം അതേപോലെ തന്നെ ഈ ഷിംജിതനെ അതേപോലെ അതേ നാണയത്തിൽ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ ഇത്രയും സൈബർ ബുള്ളിങ്ങിന് എതിരെ നിൽക്കുന്ന നിങ്ങൾ ആരും, ഒരു മനുഷ്യൻ പോലും എന്തുകൊണ്ട് എന്നെ 4 പേര് വെടി എന്ന് പറയുമ്പോൾ അവൾ വെടിയല്ലെന്നും അല്ലെങ്കിൽ 4 പേര് തന്തയില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു തന്തയില്ലാത്തവള് അവൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ ഒരു സ്ഥലത്ത് പറയണ്ടേ? പിന്നെ എന്തോരുണ്ട് മിസ്റ്റർ റാബിറ്റ് എന്നൊക്കെ പറയുന്നത്. പിന്നെ അവന്മാരൊന്നും ഞാൻ പ്രോത്സാഹിക്കുന്നത് മല്ലു റാപ്പർത്തൊക്കെ പറയുന്നത് ഇന്നലെ ഒരു ഇത്രയും ബ്രസ്റ്റ് കെട്ടി വെച്ച് എനിക്ക് അത്രയും ഉണ്ടോ? നിങ്ങൾ പറ, സത്യമായിട്ടും പറ. ഇത്രയും ബ്രസ്റ്റ് കെട്ടിച്ച് ഇവിടെ ഞാൻ 2 കാലകത്തി വെച്ചേക്കുന്നത്, ഇവിടെ ഒരു പെനിസിന്റെ, ഇതൊക്കെ എന്ത് നാണക്കേടാ? ഇതിനൊന്നും അതിനടിയിലുള്ള കമന്റ് ഒക്കെ വാവ് സൂപ്പർ, അവർക്ക് അങ്ങനെ. പക്ഷെ അതിനകത്ത് എത്രയും കമന്റ് ഉണ്ട്. അത് സമൂഹത്തിന്റെ പ്രോസെക്ഷൻ അല്ലേ? ഈ സൈബർ ബുള്ളിങ്ങിനെതിരെ നിങ്ങൾ അത്രയും നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി പറയണം. സ്ത്രീകൾക്കെതിരെ പ്രശ്നം. ഞാൻ സ്ത്രീയല്ലേ, അപ്പൊ ഞാൻ സ്ത്രീയല്ലേ? എനിക്ക് നിങ്ങൾ നിൽക്കുമ്പോ നിങ്ങൾ ഇവിടുന്ന് പറയാൻ പോരാ, നിങ്ങൾ ഫേസ്ബുക്കിൽ എഴുതണം. നിങ്ങൾ ആളുകളൊക്കെ ഫേസ്ബുക്കിൽ എഴുതണം. ഞാൻ വെടിയാണോ വേശിയാണോ എന്നൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ വെടിയും വേശിയൊന്നുമല്ല, ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. എനിക്ക് വെടിയാണെങ്കിൽ ഒത്തിരിയേ പൈസ ഉണ്ടാക്കി വലിയ ബംഗ്ലാവ് കാറ് ഞാൻ ഓട്ടമിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ അതിനെപ്പറ്റി എഴുതണം. ഇപ്പം ഞാനൊരു വെടി ആയിക്കോട്ടെ, സപ്പോസ് ഞാനൊരു വെടിയാണെങ്കിൽ തന്നെ ഒരു പെണ്ണ് വെടിയാണെങ്കിൽ പോലും ആ പെണ്ണിനെ അങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്തിട്ട് കൊടുക്കാനുള്ള അവകാശമില്ല. അപ്പോൾ ഒരു പെണ്ണിനെതിരെ സൈബർ ബുള്ളിങ് വരുമ്പോഴും നിങ്ങൾ ഇതുപോലെ പറയണം. ഒരു സൈബർ ബുള്ളിങ് ഒരു സ്ഥലത്ത് നടന്ന് ഒരാൾ മരിച്ചതിന്റെ അതേ രോഷം അതേ സൈബർ ബുള്ളിങ് നടത്തിക്കൊണ്ടല്ല കാണിക്കേണ്ടത്. സ്ത്രീകൾക്കെതിരെ സൈബർ ബുള്ളിങ് വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ പോസ്റ്റ് എഴുതി ഈ രോഷം പ്രകടിപ്പിക്കാൻ നമ്മളെ സഹായിക്കണം. നമ്മളൊരു കോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്, അതിനെ സഹായിക്കണമെന്ന് നമ്മളത് പറയുന്നുണ്ട്. അതായത് നമ്മളൊരു സ്വന്തമായിട്ട് നമുക്ക് അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അടിയിൽ കൊണ്ട് ഈ കമന്റോളികൾ എന്ന് തന്നെ പശ്ചിമകാലത്ത് പറയുന്നത് കമന്റോളികൾ ഇടുന്ന ഇത്തരത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു എന്നെ സുഡാപ്പിന്നും മദ്രസ പൊട്ടെന്നും അതൊന്നും എൻ്റെ പേര് ഇസ്ലാമിക നാമകരണമായതുകൊണ്ട് മാത്രം കുറെ സൈബർ ഗ്രൂപ്പുകൾ നമുക്ക് വേണ്ടി തിരിഞ്ഞ അതൊക്കെ നമ്മൾ പൂമാലയായിട്ട് എടുക്കണം ഞാൻ പറയുന്നത്. പിന്നെ ഇത്തരത്തിൽ വെടി വേശ്യ ഇത്തരത്തിലൊക്കെ ഇടുന്നവനൊക്കെ കൃത്യമായിട്ട് നിയമ നടപടി സ്വീകരിക്കണം. നടപടി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം 14 ദിവസം ഞാൻ അനുഭവിക്കണോ? ഇപ്പൊ ഞാൻ ജനറൽ ടിക്കറ്റ് യാത്ര ചെയ്ത് വരുന്ന ഞാന് ഇന്നലെ ആദ്യമായിട്ട് AC ടിക്കറ്റ് ബുക്ക് ചെയ്തു, പൈസ കടം മേടിച്ച്. എന്തുകൊണ്ട്? എനിക്ക് പേടി. എന്റെ ധൈര്യം നിങ്ങൾക്ക് അറിയാമോ? അതാണ്, ആ നിയമവ്യവസ്ഥ മാറിയതുകൊണ്ട് മാത്രമേ ഇവിടെ കാര്യമുള്ളൂ. അത് ഇപ്പം ഇന്നലെ ബി സന്ധി നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഷോയിൽ. ഈ സൈബർ കേസുകൾക്ക് വേണ്ടി പ്രത്യേക കോടതി, കുടുംബ കോടതികളൊക്കെ സ്ഥാപിച്ച പോലെ പ്രത്യേക കോടതി സംവിധാനം വരണമെന്ന്. അതുപോലെ ഇങ്ങനെ നിയമം സ്ട്രോങ് ആവണം. ഇവിടുത്തെ പോലീസുകാർക്കൊക്കെ പണിയെടുക്കാൻ ഭയങ്കര മടിയാണ്. അതായത് ഇവിടെ കുറച്ച് ആൾക്കാർക്ക് ഇതിപ്പം ഞാൻ ആരെ കൊണ്ടെങ്കിലും വിളിച്ചു പറയിപ്പിച്ചാൽ മാത്രമേ അവർ കേസോ എന്തെങ്കിലുമൊക്കെ എടുപ്പിക്കുള്ളൂ. ഞാനിപ്പം എൻ്റെ കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ 2-3 പേരെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ച് ശ്രമമൊക്കെയാണ് നടത്തി. അപ്പം എന്നിട്ട് പോലും അതിനകത്ത് ഒരു ഇതുമില്ല. അവര് ഇപ്പം അല്ലാതെ ഞാൻ ഇപ്പം ഒരുത്തനുണ്ട്, എന്റെ കാസറ്റ് എന്ന് പറയുന്ന ഒരുത്തൻ, അവൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. OG സുനിലൊക്കെ അവന്റെ ഒരു അക്കൗണ്ട് പൂട്ടിച്ചതാണ് ഞാൻ അറിഞ്ഞു. അവൻ ഇവിടെ ഏതാണ്ടൊക്കെ പെണ്ണ് കേസോ ഏതാണ്ടൊക്കെ ഉണ്ടെന്നൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത്. അവൻ എന്നെ വീഡിയോ ചെയ്തു. അവനെ ഞാൻ ഒരു ഫേമസ് മാധ്യമ പ്രവർത്തനെ കൊണ്ട് വിളിപ്പിച്ചു. അവൻ പറഞ്ഞു ഞാൻ ഡിലീറ്റ് ആക്കാൻ. ഇല്ല, അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇതല്ലേ. അയാൾ ഒരു ഭയങ്കര ഫേമസ്. അല്ല, നിന്റെ ബ്രദർ ഒന്നും അല്ല. നിന്റെ ബ്രദറിനൊന്നും ആ ധൈര്യമൊന്നും ഇല്ല. അപ്പൊ ഞാനും നിന്റെ ബ്രദർ അത്ര ക്ലോസ് അല്ല. ഞാൻ ക്ലോസ് ആയ ഒരു മാധ്യമ പ്രവർത്തനം കൊണ്ട് ഭയങ്കര വലിയൊരു മാധ്യമ പ്രവർത്തനാണ് വിളിപ്പിച്ചു. പക്ഷേ അയാൾ ഇതുവരെ എന്നും വിളിക്കുമ്പോൾ വീഡിയോ ഡിലീറ്റ് ആക്കാന്ന് പറയുന്നല്ലാതെ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടില്ല. അപ്പൊ അയാൾ എവിടെയുള്ള ഗൾഫിലാവുള്ളേ. ഈ ദുബായിലൊക്കെ ചെന്നിട്ട് എങ്ങനെ പിടിക്കാനാണ് പോലീസ് ഇവിടെ?